ചില വാക്കുകൾ ഇംഗ്ലീഷിലുള്ളത് നമുക്ക് അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ട് എഡിഷൻസ് ഡിലീഷൻസ് വന്നാൽ കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലേ. സോ ഇത് നിങ്ങളുടെ തന്നെ ക്വയറിയാണ്. യു ആസ്ഡ് അറ്റൻഡഡും അറ്റൻഡഡ് ടൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം അറ്റൻഡ് എന്ന വാക്കിനെ മനസ്സിലാക്കാം. എന്താണ് അറ്റൻഡ് എന്ന വാക്ക്? അറ്റൻഡ് നമുക്ക് 2-3 രീതിയിൽ കാണാം. ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം സോർട്ട് ഔട്ട് ചെയ്യുക. അയ്യോ ഇവിടെയൊക്കെ ഈച്ചയാണ്, ക്യാൻ യു അറ്റൻഡ് ടു ദിസ്, ക്യാൻ യു സോർട്ട് ദിസ് ഔട്ട് എന്നും എനിക്കത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ക്യാൻ യു അറ്റൻഡ്, നിങ്ങൾക്ക് കേൾക്കാമോ, ഓർ ക്യാൻ യു അറ്റൻഡ് ദ ഫംഗ്ഷൻ, നിങ്ങൾക്ക് ആ ഫംഗ്ഷന് വരാമോ, ഓർ യു ക്യാൻ സേ ക്യാൻ യു അറ്റൻഡ് മൈ ടേബിൾ, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്യാൻ യു അറ്റൻഡ് ടു ദിസ് മാറ്റർ. സെർവ് ചെയ്യുക, അറ്റൻഡ് ടു എന്ന് പറഞ്ഞാൽ സെർവ് ചെയ്യുക എന്നും അർത്ഥമുണ്ട്. കൂടുതൽ എക്സാമ്പിൾസ് നോക്കിയാലോ. അറ്റൻഡഡ് എന്ന് പറഞ്ഞാൽ പങ്കെടുത്തു. ഐ അറ്റൻഡഡ് the dance, I attended the party, I attended the marriage. I was attended ആണെങ്കിലോ, I was attended to by someone. ഞാനൊരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, I was attended. Her Royal Highness was attended by the group. അല്ലെങ്കിൽ the wedding party was attended to by the organizers. ഇപ്പോൾ വാസ് അറ്റൻഡഡ് ടു എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് വന്ന് ശ്രദ്ധിക്കുക. എന്നാൽ ടു അറ്റൻഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പോയി പങ്കെടുക്കുക. അതുപോലെ തന്നെ ടെൻഡ് ടു എന്ന വാക്കുമുണ്ട് അല്ലേ. ടെൻഡ് ടു എന്നാൽ ക്യാൻ യു ടെൻഡ് ടു സംതിങ്, ക്യാൻ യു ടെൻഡ് ദ ഗാർഡൻ എന്ന് പറയാം. എന്നാൽ യു ക്യാൻ ഓൾസോ സേ ഇറ്റ് ടെൻഡ്സ് ടു ബി ദിസ് വേ, ഹി ടെൻഡ്സ് ടു ബി എ ലിറ്റിൽ ഡിഫിക്കൾട്ട്. അങ്ങനെ ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്വഭാവം കാണിക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രവണതയുണ്ട്. ഇത് നമുക്ക് രാവിലെ ചെയ്തെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇറ്റ് ടെൻഡ്സ് ടു ഹാപ്പൻ എവറി ഇയർ, എല്ലാ വർഷവും നടക്കാനുള്ളൊരു പ്രവണതയുണ്ട് എന്നാണ് ടെൻഡ് ടു എന്നതിൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. പക്ഷേ ഓൺ ദി ഓവറോൾ മനസ്സിലായില്ലേ? അറ്റൻഡഡ് ടു ഇത് രണ്ടും 2 രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. അറ്റൻഡഡ് തന്നെ ഐ അറ്റൻഡഡ് എ പ്രോഗ്രാം എന്ന് പറയാം. എന്നാൽ എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വന്ന് ചെയ്തതാണെങ്കിൽ ഐ വാസ് അറ്റൻഡഡ് ടു, ഐ വാസ് അറ്റൻഡഡ് ടു ബൈ ദിസ് പേഴ്സൺ, ഈ വ്യക്തിയാണ് എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. പിന്നെ ക്യാൻ യു ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്നുള്ളത് ക്യാൻ യു അറ്റൻഡ് ടു ദാറ്റ് മാറ്റർ എന്നും പറയാം. സോ കുഞ്ഞു വാക്കാണ്, ചെറിയ വേരിയേഷൻസ് ആണ്. നമ്മുടെ സംസാര ഭാഷയിൽ ഉപയോഗിച്ച് ശീലിച്ചാൽ തന്നെ നമുക്കിത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുക. സോ കീപ് വാച്ചിങ് സൂര്യ സിമ്പിൾ ഇംഗ്ലീഷ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും ഒക്കെ എഴുതി അറിയിക്കുക. പറ്റുന്ന വീഡിയോസൊക്കെ ഇതുപോലെ ഉൾപ്പെടുത്താം കേട്ടോ. ആൻഡ് കൂടുതൽ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ മേ ബി വി കൻ ഡു മോർ വീഡിയോസ്. ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം ആൻഡ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദ വീഡിയോസ്. ഗുഡ് ബൈ.